ചേട്ടാ, ഇത് നമ്മള് വാഴയിലയിൽ ഉണ്ടാക്കിയ ഉച്ചയൂണാണ്. ഒരു പെട്ടിക്കകത്ത് ഊണ് പൊതിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രണ്ടുപേരാണ് പരിചയപ്പെടുന്നത് കേട്ടാ. മീൻകറിക്ക് പകരം ചില ദിവസം മീൻ പറ്റിച്ചത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മാങ്ങാങ്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ പള്ളിമുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ രണ്ടുപേരുണ്ട്. എല്ലാ ദിവസവും നല്ല ഇലപ്പൊതിയായിട്ട് വന്നു നിൽക്കും. ഒരു പെട്ടിക്കകത്ത് ഊണ് പൊതിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന രണ്ടുപേരാണ് പരിചയപ്പെടുന്നത് കേട്ടാ. ചേട്ടാ, ഇത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയ വാഴയിലയിൽ ഉണ്ടാക്കിയ ഉച്ചയൂണാണ്. നമ്മുടെ ഇലപ്പൊതിയാണ്. ഇലപ്പൊതിക്കകത്ത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളുണ്ടല്ലോ. മുട്ടയൊക്കെ ഉണ്ടോ? മുട്ടയുണ്ട്. ഇന്ന് ഇല്ലായിരുന്നു. നിങ്ങൾ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? കറക്റ്റ് 1 മാസം ആയി. ജൂൺ 1-ാം തീയതി തുടങ്ങിയത്. എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എത്ര ഊണ് പൊതി കൊണ്ടുവരും ഒരു ദിവസം? 35-40 കൊണ്ടുവരും. 45 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 45 ചെലവായിട്ടാണോ വീട്ടിൽ പോകുന്നത്? ചില ദിവസങ്ങളിൽ നമുക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10 നമ്മൾ ചില സമയത്ത് കൊണ്ടുവരുന്നുണ്ട്, 5 എണ്ണം കൊണ്ടുവരുന്നുണ്ട്. ചില സമയത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ 11:30 പോരും. വന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് ഫുള്ള് തീരും. നാട്ടുകാരങ്ങ് സ്വീകരിച്ചു. നമ്മുടെ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ് ചേട്ടൻ നിൽക്കുന്നത്? എവിടെയാണ്? ഞാനിപ്പം മാങ്കാങ്കുഴിയിൽ നിന്ന് ചാരുമൂട് പോകുന്ന വഴിക്ക് പള്ളിമുകൾ എന്ന് പറയും. പള്ളിമുകൾ അവിടെയാണ് നിൽക്കുന്നത്. എല്ലാ ദിവസവും എത്ര മണിയാകും വരും രണ്ടുപേരും കൂടെ? 11:45 പോയി. ആരാ ഇത് ചെയ്യുന്ന? ആരാ? ഞങ്ങൾ രണ്ടുപേരും സഹായിക്കാനുണ്ട്. സഹായിക്കും. അപ്പൊ നല്ല പൊതിയാണ്, ഇലപ്പൊതിയാണ്. ഇലപ്പൊതിയിൽ ഒരുപാട് വാഴയിലപ്പൊതിയാണ്. വാഴയിലപ്പൊതിക്കകത്ത് ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ട്. മുട്ട പൊരിച്ചൊക്കെ വെക്കുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? മുട്ട പൊരിച്ചുണ്ടാവും. മുട്ട പൊരിച്ചുണ്ട്. ഇപ്പൊ നേരത്തെ ഫസ്റ്റ് ഞങ്ങൾ കൊടുത്തോണ്ടിരുന്ന മീൻ വറുത്തായിരുന്നു. അതിപ്പം മീനിന്റെ ആ ഒരു ഉണക്കമീനാക്കി. പിന്നെ തോരനുണ്ട്, അല്ലെങ്കിൽ അത് ചില ദിവസം മാറും. മെഴുക്ക് പുരട്ടിയാകും. പിന്നെ അച്ചാറുണ്ട്, വീട്ടിൽ തന്നെ ഇട്ട കടുമാങ്ങ അച്ചാറുണ്ട്. പിന്നെ മീൻകറിയുണ്ട്, മോരുകറിയുണ്ട്. പിന്നെ മീൻകറിക്ക് പകരം ചില ദിവസം മീൻ പറ്റിച്ചത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കച്ചവടം. എന്തായാലും നാട്ടുകാരങ്ങ് സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കച്ചവടം. ഈ ഒരു ആക്ടിവയ്ക്കകത്താണ് വരുന്നത്. ഒരു കുടയുണ്ട്. രണ്ടുപേരും കൂടെ ഇവിടെ നിന്നുള്ള കച്ചവടമാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കച്ചവടത്തെ ഒന്ന് ഉഷാറായി കൊടുക്കുക. ദൃശ്യമായിട്ട് കണ്ടുപിട്ടിയല്ലേ? അപ്പൊ ഞാൻ വന്നം കയറുമായിരുന്നു. ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച രണ്ടുപേരും കൂടെ അല്ലേ? വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്തായാലും സന്തോഷം. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ വീട്ടിലേക്ക്? 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. മക്കളുണ്ടോ? മോളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുന്നേ അല്ലേ? ഓ ശരി. ഇവരുടെ പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1.5 പൊതിയാണ് കേട്ടാ. ഈ പൊതി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതി ഞാൻ തുറന്നു കുളവാക്കുന്നില്ല. ഇതൊരു ഇലപ്പൊതിയാണ്. ഇലക്കകത്ത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളുണ്ടാവും. മുട്ട പൊരിച്ചത് ഉണ്ടാവും. ഇപ്പം മീനൊക്കെ സുലഭമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഉണക്കമീൻ ഉണ്ടാവും. മീനിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മീൻ വറുത്തതെല്ലാം ഉണ്ടാവും. നല്ലൊരു പൊതിയാണ്. എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്? 80 രൂപ. 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സഹായിക്കുക, ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. സ്ഥലം മറന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാങ്ങാങ്കുഴി. ഏത് സ്ഥലം ഇത്? മാങ്ങാങ്കുഴിക്ക് തെക്കുവശം പള്ളിമുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കുക. ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്, തിരക്കുണ്ട് കേട്ടോ.